ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോണത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികളുടെയൊക്കെ പ്രിയപ്പെട്ട വാനില കേക്കാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ട് ഓവനോ അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവോ ഒന്നും വേണ്ട. നമ്മുടെ കയ്യിലൊരു സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പോളം പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ, കാരണം ഞാൻ ഇതൊരു ചെറിയ അളവിലുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ പഞ്ചസാര കലിഞ്ഞ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരണം. നന്നായിട്ട് പൊങ്ങി വരികയാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ ബീറ്റ് ചെയ്തെടുക്കാൻ കഴിയണേ അത്രയും ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 കപ്പോളം എണ്ണയാണ്. അപ്പോൾ ഞാനിവിടെ എണ്ണയാണ് ചേർക്കുന്നത്. എണ്ണയ്ക്ക് പകരമായിട്ട് നമുക്ക് ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഒരു വിസ്ക് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു സാൻഡ്വിച്ച് മേക്കറാണ്. ഇനി ഇതൊന്ന് തുറന്ന് അതിൻ്റെ ഉള്ളിലായിട്ട് അല്പം ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒന്ന് തടവി കൊടുക്കണം ആദ്യം. അപ്പോൾ ഞാനിവിടെ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും മുകൾ ഭാഗത്തും താഴ്ഭാഗത്തൊക്കെ നന്നായിട്ട് ഈ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇങ്ങനെ വെക്കണ ഈ കുറച്ച് കുഴിഞ്ഞ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു കുഴിഞ്ഞ ഭാഗത്ത് മാത്രമായിട്ടാണ് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ബാറ്റർ ഒഴിച്ചാൽ തന്നെ ഇത് ഫില്ലാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ കുഴിഞ്ഞ 4 ഭാഗത്തും നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ റെഡ് ലൈറ്റ് കത്തും. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ഗ്രീൻ ലൈറ്റും കൂടെ കത്തും. ആ ഒരു സമയത്ത് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടാകും. എന്നിട്ടൊരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ മാത്രം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം, കാരണം ഇതിൻ്റെ അടിഭാഗം ചെറിയൊരു ബ്രൗൺ കളറായിട്ടുണ്ടാവും. ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് ബ്രൗൺ കളർ ആവണം എന്നുണ്ടെങ്കിൽ മാത്രം ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മതി. കാരണം ഇപ്പോൾ തന്നെ ഇത് നന്നായിട്ട് വേവായിട്ട് വന്നിട്ടുണ്ടാകും. ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളെ കേക്ക്. നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അതുപോലെ തന്നെ ഈ വാശിയൊക്കെ പിടിച്ച് കരയുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കി കൊടുക്കാനും പറ്റുമല്ലോ. ഏകദേശം ഒരു 2 മിനിറ്റ് മതി ഇത് കുക്കായി കിട്ടാൻ. ബാറ്റർ ഉണ്ടാക്കാൻ ഏകദേശം 2 മിനിറ്റും. അപ്പോൾ ഒരു 4 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പീസുമായി കാണുന്നത് വരെ താങ്ക് യു.